നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വൈകുന്നേരം കോഫി ബാറിൽ തനിക്കായി കോഫി അടിക്കായിരുന്നു കാവ്യ. തൊട്ടുപുറയിൽ ആരോ മുരടനിക്കുന്ന ഒച്ചയായിട്ട് അവൾ തിരിഞ്ഞു നോക്കി. കിരണാണ്. അങ്ങനെ ഒരാളെ കണ്ട ഭാഗം കാട്ടിയില്ല കാവ്യ. തനിക്കെടുത്ത കോഫി അവൾ ചുണ്ടോട് ചേർത്തു. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിന്നു. കാവ്യ, കാവ്യ, നിനക്ക് ചെവി കേൾക്കില്ലേ? ഓ, പിണക്കാണോ? ഇന്നലെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണോ? നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എന്നൊരു കാര്യം പറ, നീളെവിടെ? അവളെന്താ ഇന്ന് വരാത്തെ? കിരൺ ഇത്രയൊക്കെ ചോദിച്ചിട്ടും അവളൊരക്ഷരം മിണ്ടിയില്ല. അവൻ അല്പം കൂടി അവൾക്കടുത്തേക്ക് വന്നിരുന്നു. ശബ്ദം താഴ്ത്തി പറഞ്ഞു, എടി പുല്ലേ, നിന്നെ കാണാനോ നിന്നോട് സംസാരിക്കാനല്ലോ ഞാനിപ്പോ വന്ന്. എന്റെ കൊച്ചെവിടെയാ? അവളെന്താ വരാത്തെന്നറിയാനാ? അത് കേട്ടതും കാവ്യക്ക് ഹാലിളകി. കൊച്ചോ? ഏത് കൊച്ച്? നിങ്ങൾ കൊച്ചുണ്ടെങ്കിലേ അത് ഉണ്ടാക്കിക്കൊടുത്തുള്ള അടുത്ത് പോയി ചോദിക്ക്. എനിക്കൊരു കൊച്ചിനെ അറിയില്ല, എന്റെ കയ്യിൽ തന്റെ കൊച്ചുമില്ല. കാവ്യയുടെ മട്ടും ഭാവം കണ്ടപ്പോൾ കിരണിന് അത് വല്ലാതെ അങ്ങ് ബോധിച്ചു. ഡേഡി, നിന്റെ അഭിനയം കാണാനോ നിനക്ക് ഓസ്കാർ തരാനോ അല്ല ഞാൻ വന്ന്. നിലവിടെ? നീ അത് പറ. അറിയണമെങ്കിലേ അവിടെ മാത്രം നമ്പർ കയ്യിലുണ്ടല്ലോ, വിളിച്ചു ചോദിക്കരുതോ? കോഫി കുടിച്ചുകൊണ്ട് പുച്ഛത്തോടെ അവൾ പറഞ്ഞു. അതെ, അവിടെ മാത്രം നമ്പർ മതി എനിക്ക്. പിന്നെ നീ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. നിന്റെ നമ്പർ എനിക്ക് വേണ്ടടി കോപ്പേ. അതും കൂടി കേട്ടപ്പോൾ കാവ്യക്ക് ദേഷ്യം ഉച്ചയിലെത്തിയിരുന്നു, ഒപ്പം സങ്കടവും. ദേ കിരൺ, ഇനി മേലെ നെടിപൊടി ഒന്ന് വിളിച്ചു പോയത്. നിങ്ങൾ എന്റെ ആരുമല്ല, മനസ്സിലായോ? പിന്നെ എന്റെ നമ്പർ ഞാൻ ഇയാൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. നിറഞ്ഞു വന്ന കണ്ണുകൾ ഉരുട്ടി അവൾ പറയുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ ചിരിയടക്കി അവൻ അവളോട് അല്പം ദേഷ്യം അഭിനയിച്ച് പറഞ്ഞു. ഓക്കെ ദെൻ, കോൾ മീ കിരൺ സാർ. ഇനി മുതൽ ഇയാൾ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ആകും പറഞ്ഞ കിരൺ തിരിഞ്ഞടന്നു പോയി. അപ്പോഴാണ് മിനി കിച്ചൺ ഡോർ തുറന്ന് പുച്ഛഭാഗത്തിൽ ഒരു ചിരിയുമായി ഡാലിയ പുറത്തേക്ക് വന്ന്. അവളുടെ മുഖം കണ്ടാലേ അറിയാം കിരൺ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടെന്ന്. കാവ്യക്കാകെ നാണക്കേട് തോന്നി. കിട്ടിയ അവസരം മുതലെടുത്തു ഡാലിയ. എന്താ കാവ്യ ഇഞ്ചി അടിച്ചു പോലെ നിൽക്കുന്നത്? കമ്പനി ഓർഡർ CA എന്നൊക്കെ പറയുന്ന പൊസിഷനിലുള്ളവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാ. ചില എംപ്ലോയീസിന് ടൈം പാസിന് കുറച്ച് നാൾ കൂടെ കൂട്ടും, പിന്നെ കാര്യം കഴിഞ്ഞാൽ അതവിടെ കളയും. ഇതൊക്കെ മിക്ക ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാവ്യ ഹോസ്റ്റലിലെ താമസം. അപ്പോൾ പുറത്തേക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എല്ലാം കഴിഞ്ഞല്ലേ? നിനക്ക് നിന്റെ കൂട്ടുകാരിക്ക് ഇതൊക്കെ ശീലമായി കാണുമല്ലേ? കൂട്ടുകാരി CAയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ? പക്ഷെ ചീറ്റിപ്പോയി. കിരണല്ല ഞാൻ. പക്ഷെ കാവ്യ, നിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കമ്പനിയോളൊരു തേച്ച മട്ടാണല്ലോ. ഡാലിയുടെ സംസാരത്തിലുള്ള ഡബിൾ മീനിങ്ങും കളിയാക്കലും എന്തുദ്ദേശിച്ചുകൊണ്ടാണെന്ന് കാവ്യക്ക് അപ്പോഴേ മനസ്സിലായി കഴിഞ്ഞിരുന്നു. കാവ്യക്ക് പെട്ടെന്ന് ഡാലിയിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ ദുഷിപ്പിന്റെ വൃത്തിയേട്ട നാവ് ദേഹത്തുകൂടി ഇഴയുന്ന പോലെ തോന്നി. കാവ്യയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ പുച്ഛച്ചിരിയുമായി ഡാലിയ പുറത്തേക്ക് പോയി. ഓരോന്നോർത്ത് കാവ്യ ക്യാബിലിരിക്കുമ്പോഴാണ് ഓഫീസ് ഫോൺ റിങ് ചെയ്ത്. ഹലോ. കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി കാവ്യ. കിരണാണ്, ഇയാൾ ജാന്റെ ക്യാബിലേക്ക് വരൂ. വരുമ്പോഴേ 2 കോഫി കൂടി വേണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അതും പറഞ്ഞ് ഞാൻ കോള് കട്ടാക്കി. എന്നിട്ട് ജാനൊന്ന് ഇരുത്തി നോക്കി. റിവോൾവിംഗ് ചെയറിൽ കണ്ണുകളടച്ച് ചാരിയിരിക്കുകയാണ് ജാൻ. മുഖത്ത് വല്ലാത്ത ഗൗരവം. നിനക്ക് എന്താണ് പറ്റിയത്? കുറച്ചു ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ എപ്പോഴും ഒരു തലവേദനയും മൂഡ് ഓഫും? എല്ലാം നിന്റെ ഈ നശിച്ച ദേഷ്യം കാരണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ മനസ്സിലെന്താ ഞാൻ ചൂടുന്നെടുക്കും. നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. ജാനോടായി കിരൺ അല്പം ദേഷ്യത്തോടെ അതിലുപരി സംശയത്തോടെയുമാണ് ചോദിച്ചത്. ഏയ്, വാട്ട്സ് റോങ് കിരൺ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ നിന്റെ പണി നോക്ക്. പതിഞ്ഞ സ്വരത്തിലാണ് അവ പറഞ്ഞെങ്കിലും അതിനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നാ ശരി, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ, ശരിയാക്കാം. ഇപ്പൊ കാവ്യ കോഫി കൊണ്ടുവരും, അത് വാങ്ങി കുടിച്ച് നമുക്ക് നേരെ മാൻഷനിലേക്ക് പോവാം. ഫ്ലൈറ്റിൽ ഇനി സൺഡേ പോയാൽ മതി. ശ്രീയമ്മയെ കൊണ്ട് ഇനി നിന്നെ മെരുക്കാൻ പറ്റൂ. സ്റ്റോപ്പ് ഇറ്റ് കിരൺ, എനിക്ക് എന്തുണ്ടെന്നാ നീ പറഞ്ഞു വരുന്നത്? അവന്റെ കോഫി. ജാനൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെടാനൊക്കെ തോന്നുന്ന പോലെ. ഓ, കളിയുടെ ബാധ കയറിയല്ലോ. എന്താണ് തെറി വിളിക്കാൻ തോന്നുന്നുണ്ട് നിനക്ക്? നിനക്ക് കോഫി വേണ്ട? വേണ്ട, എനിക്ക് വേണം. പിന്നെ എനിക്ക് ആ കാവ്യൊന്ന് കുടയണം. നിനക്കറിയോ, എന്റെ പെങ്ങളുടെ ഒരു വിവരമില്ല. കിരൺ വിഷമത്തോടെ പറഞ്ഞു. അത് അവള് നാട്ടിൽ പോയതാ. ജാൻ അറിയാതെ പറഞ്ഞു. എന്തോ? എങ്ങനെ? അത് നിനക്കെങ്ങനെ അറിയാം? കിരണിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ജാനൊന്ന് പതിരെങ്കിലും പെട്ടെന്ന് മറച്ചു വെച്ചാൽ വീണ്ടും ഫോമിലായി. കിരൺ, ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്. ഐ എം ഹെർ ബോസ്. എന്റെ ഫ്ലോറിൽ ആരൊക്കെ ലീവാണെന്നോ അതിന്റെ റീസൺ എന്താണെന്നും ഞാൻ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു ഓഫീസ് അസിസ്റ്റന്റ് ലീവ് എടുത്ത് എന്തുകൊണ്ടാണെന്ന് ഒരു ബോസ് അറിയേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ ജാൻ? അതിനിവിടെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഈ മൊത്തം ഓഫീസിൽ 1000-ഓളം സ്റ്റാഫ് ഇതിനോടകം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓഫീസിൽ മൊത്തം ആർക്ക് ലീവ് എടുത്തത് നിനക്കറിയോ? ഐ ഡോണ്ട് ഹാവ് ടു നോ ദാറ്റ്. അതൊക്കെ മാനേജ് ചെയ്യാൻ ശമ്പളം കൊടുത്ത് ഇവിടെ കുറെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ CAയുടെ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നത് അതൊരു ക്ലിനിക്കൽ സ്റ്റാഫ് ആയാൽ പോലും കമ്പനിക്ക് അത്രയും വിശ്വാസമുള്ളവർ മാത്രമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും CEO അറിഞ്ഞിരിക്കണം. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആൻഡ് ഓൾ. പറഞ്ഞു കഴിഞ്ഞതും അവന്റെ വലതുകൈ ടേബിളിൽ ശക്തിയിൽ പതിഞ്ഞിരുന്നു. എന്നാ നീ കേട്ടോ, മറ്റു ഫ്ലോറിലില്ലാത്ത അത്രയും കള്ളന്മാരും കള്ളികളും ഈ ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ. CEO ഫ്ലോർ സ്റ്റാഫ് സെലക്ഷനിൽ കമ്പനി പരാജയപ്പെട്ടിരിക്കുന്നു. കിരൺ അതും പറഞ്ഞ ഒരുമാതിരി കൊലച്ചിരി ഇരിച്ചു. സ്റ്റോപ്പ് ഇറ്റ് കിരൺ. പിന്നെ എന്തു ഞാനിവിടെ ഇരിക്കുന്നത്? ജാന്റെ പിടിച്ചു വെച്ച സ്റ്റാൻഡേർഡ് കാറ്റിൽ പറന്നുപോയി. ഓഫ്, മതി മതി, ഇനി വാ തുറന്നാ നീ തറയാ. തനി തറ കൂതറ.
കേട്ടത്തെറിയുടെ ഹാങ് ചെവിയിൽ ചെറുവിരൽ കറക്കിക്കൊണ്ട് കിരൺ പറയുമ്പോൾ ഡോറ് നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടിരുന്നു. യെസ്. കിരൺ അനുവാദം കൊടുത്തും കാവ്യ കോഫിയുമായി അകത്തേക്ക് വന്നു. അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല. പക്ഷെ ബഹുമാനത്തോടെ രണ്ടുപേരെ അവൾ വിഷ് ചെയ്തുകൊണ്ടാണ് കോഫി ടേബിളിൽ വെച്ചത്. ഗുഡ് ഈവനിങ് കിരൺ സർ. ഗുഡ് ഈവനിങ് ജാൻ. കിരണിന് മനസ്സിലായിട്ടൊരു അടിയായിരുന്നത്. മുഖവും വീർപ്പിച്ച് കുറുമ്പോടെ വരുന്ന കാവ്യയാണ് അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ കാവ്യയിലുണ്ടായ മാറ്റം അവൻ അമ്പരപ്പോടെ നോക്കി. ജാൻ നെറ്റി വിളിച്ച് കാവ്യയും കിരണിനെയും ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് കാവ്യയെ തിരിച്ച് വിഷ് ചെയ്തു. ഗുഡ് ഈവനിങ് കാവ്യ. തിരിഞ്ഞടക്കാൻ തുടങ്ങിയ കാവ്യ കിരൺ പുറകിൽ നിന്ന് വിളിച്ചു. കാവ്യ. യെസ് സർ. ബഹുമാനത്തോടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവൾ കിരണിനെ നോക്കി. കാവ്യ, നീലെന്തിനാ ലീവ് എടുത്ത്? നാട്ടിൽ പോയതാ സർ. എന്തിന്? ആക്ച്വലി അവൾ എന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല, അതാ ചോദിച്ചത്. ഇന്നലെ അവിടെ അമ്മ വിളിച്ചിരുന്നു. മുത്തശ്ശിക്ക് എന്തോ സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞു. 2 ദിവസം ലീവ് വെച്ചപ്പോൾ കീർത്തന 1 വീക്ക് ലീവ് എടുത്തു. അതും പറഞ്ഞ് കാവ്യ പോവാനായി വീണ്ടും തിരിഞ്ഞു. ഏയ് കാവ്യ, നിന്റെ അല്ല ഇയാളുടെ ഫോൺ നമ്പർ എത്രയാ? കിരൺ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. സർ, തൊട്ടും വിളിച്ചാണ് എൻ്റെ ഓഫീസ് നമ്പർ. അതല്ല, ഇയാളുടെ പേഴ്സണൽ നമ്പർ. സോറി സർ, എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ ആർക്കും കൊടുക്കാറില്ല. അവളൽപ്പം ഗൗരവത്തിൽ പറഞ്ഞു. കിരണ് ദേഷ്യം വന്നു. അവൻ ചാടി എഴുന്നേറ്റു. ഓഹോ, അപ്പൊ ഓഫീസിൽ കൊടുത്ത ബയോഡാറ്റയിൽ നിന്റെ അപ്പന്റെ നമ്പറാണ് ഉള്ളത്. കാവ്യ കിരണിനെയും തുറച്ചു നോക്കി. ശേഷം വേഗത്തിൽ നടന്ന് ക്യാബിൻ ഡോർ ഒന്ന് പുറത്തേക്ക് പോയി. സെൽഫ് ക്ലോസിംഗ് ഡോറായിരുന്നു നന്നായി. ഇല്ലെങ്കിൽ അവൾ ഡോർ തുറന്ന് വെച്ച് നോക്കുമ്പോൾ അത് ചെന്നിടിച്ച് പൊട്ടിയേനെ. കിരൺ മുഖം ചുളിച്ചുകൊണ്ട് ഓർത്തുപോയി. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വലിഞ്ഞു മുറിയ മുഖവുമായി ജാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. കീർത്തന, കം ടു മൈ ക്യാബിൻ. അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ എടുത്ത് കീർത്തന അകത്തേക്ക് വന്നു. ജാൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. 2 ദിവസം ലീവ് വെച്ച ഒരാൾക്ക് 1 വീക്ക് ലീവ് അനുവദിക്കാൻ കീർത്തനക്കാരെ പെർമിഷൻ തന്ന്. ഇരുപോക്കിലും കൈയിട്ട് ഗൗരവം നിറഞ്ഞ അവന്റെ ഭാവം കണ്ട് കീർത്തനൊന്ന് പകച്ചു. ജാൻ സർ, അത് സർ ആരുടെ കാര്യ? ആൾ ഒന്നറിയാത്ത പോലെ അഭിനയിച്ചു. ഓ റിയലി? ഡോണ്ട് യു നോ എനിത്തിങ്? കീർത്തന ആർക്കൊക്കെ 1 വീക്ക് ലീവ് കൊടുത്തു? ഒരുപാട് പേർക്ക് കൊടുത്തോ? അത് സർ, നീലാംബരി. Then why this acting? Don't you understand my question? Yes sir. Yes for what? മനസ്സിലായി സർ. സോറി സർ, ആ കുട്ടി ലീവ് ചോദിച്ചപ്പോ കീർത്തനക്ക് വാക്കുകൾ കിട്ടിയില്ല. പെട്ടെന്നുള്ള ആവേശത്തിൽ നീലാംബരിയുടെ ഒരാഴ്ച ലീവ് എടുക്കാൻ പറഞ്ഞ നിമിഷത്തെ അവൾ ശബ്ദിച്ചുപോയി. എന്താ ലീവിന്റെ റീസൺ? ജാൻ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അത് നാട്ടിൽ പോകുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. നല്ല തലവേദന ഉണ്ടെന്ന് കാവ്യ പറഞ്ഞിരുന്നു. അതാ ഞാൻ. കീർത്തന നിന്ന് വിയർത്തു. ഓ ഗ്രേറ്റ്. അപ്പൊ കീർത്തനക്ക് ആ ഗേള് ലീവ് എടുത്തതിന്റെ റീസൺ പോലും അറിയില്ല. ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ വിരൽ കൊണ്ടൊഴിയുന്നവന്റെ കോപം എത്രത്തോളമാണെന്ന് അവൾക്ക് മനസ്സിലായി. ജാൻ ശ്വാസം വലിച്ചു വിട്ടു. ഓക്കെ കീർത്തന, ഒരു കാര്യം കൂടി. മൺഡേ അവളിവിടെ ഉണ്ടാവണം, ആ നീലാംബരി. അതർവൈസ് യു ആർ ഫയർഡ് ഫ്രം ദിസ് ഓഫീസ്. നൗ ഗെറ്റ് ഔട്ട്. അവന്റെ സ്വരം അത്രമേൽ ഉറപ്പുള്ളതായിരുന്നു. മറുത്തൊന്നും പറയാതെ കീർത്തന മുഖം കുനിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതെല്ലാം കേട്ടും കണ്ടും കിരൺ വായും തുറന്നിരുന്നു പോയി. കീർത്തന പോയതും കിരൺ ജാനെ ഒന്ന് തുറിച്ച് നോക്കി. ഡാ, അവള് ലീവ് എടുത്തു പോയത് എനിക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാണ്? കിരൺ ചോദിക്കുമ്പോൾ അവന് തന്നെ ഇനിയും വരാനുള്ള അവസരം കൊടുക്കാതെ ജാൻ ആറ്റിറ്റ്യൂഡ് വാരി വിതറി. പാനിന് ഇരുപോക്കിലും കൈയിട്ടുകൊണ്ട് കിരണിനെ നോക്കി ഒരു സിഇഒയുടെ എല്ലാ ഭാവവും ആവാഹിച്ച് ജാൻ പറഞ്ഞു. എന്താ നീ എന്താ പറഞ്ഞു? വിഷമം? ഫോർ വാട്ട്? ലെറ്റ് മീ റിമൈൻഡ് യു വൺസ് അഗൈൻ, ഷീ ഈസ് മൈ സ്റ്റാഫ്, നത്തിങ് മോർ. എന്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഫ്ലോറിൽ നിന്ന് ലോങ് ലീവ് എടുക്കാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. മുഖത്ത് വിരിഞ്ഞ കള്ളത്തിലും മറച്ചു പിടിച്ച് തികച്ചും ഗൗരവക്കാരനായ ഒരു ബോസായി മാറിക്കൊണ്ട് തന്റെ ചെയറിലേക്ക് പോയിരുന്നു അവൻ. വൈകുന്നേരം ബസ് കാത്ത് നിൽക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു. നനയാതിരിക്കാൻ ഷെഡിലേക്ക് കയറിയിരുന്നു കാവ്യ. നീലാംബരി ഇല്ലാത്തതിനാൽ തന്റെ ലൈഫ് ഒറ്റ ദിവസം കൊണ്ട് ഷോക്കായ പോലെ തോന്നിയവൾക്ക്. നാളെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങണം, വീട്ടിൽ പോകണം, മൺഡേ കൂടി ലീവ് എടുക്കണം. കിരണിനോട് ഇനി അധികം കൂട്ട് വേണ്ട. അല്ലെങ്കിൽ അയാൾ ഇവിടെ കിടക്കുന്നു, ഈ താനെവിടെ കിടക്കുന്നു, ആരോടും അധികം അടുക്കാത്താണ് നല്ലത്. അങ്ങനെ പലവിധ ചിന്തകളുമായി കാവ്യ നിലത്ത് പതിക്കുന്ന മഴത്തുള്ളികളെ നോക്കി നിന്നു. ബസ് സ്റ്റോപ്പിനടുത്തായി ഒരു കാർ വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും കിരൺ ഇറങ്ങി അവൾക്കരികിൽ വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. മിഴിനട്ടി ചിന്തയിലാണ്ട് നിൽക്കുന്നവൾ അല്പമൊന്ന് കുനിഞ്ഞു നോക്കി കിരൺ. അവന്റെ മുഖത്ത് നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് ബസ് വന്നപ്പോഴാണ് കാവ്യയ്ക്ക് ബോധം വന്നത്. ചുറ്റും നിൽക്കുന്നവർ ബസ്സിനടുത്തേക്ക് ഓടിയത് കണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ആരോ കയ്യിലേക്ക് കയറി പിടിച്ച് ശ്രദ്ധിച്ച് ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കിയതും കണ്ടു കിരണാണ്. അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. എന്നെ വിടും, എനിക്ക് ബസ്സിൽ കയറണം അവൾ പറഞ്ഞിട്ടും ബസ് പോകുന്നവർ അവന് രക്ഷണം പോലും മിണ്ടിയില്ല. ബസ് പോയുടൻ അവൻ അവിടെ പിടിവിട്ടു. എന്നിട്ട് പറഞ്ഞു, അയ്യോ ബസ് പോയല്ലോ, ഇനി കാവിങ്ങനെ പോകും, കഷ്ടായല്ലോ. അവൾ അവനെ തുറിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ടത്. അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് അവൻ നെഞ്ചിൽ പൊത്തിപ്പിടിച്ച് എന്തോ വലിച്ചൂരും പോലെ അഭിനയിച്ചു. കാവ്യക്ക് ചെറുതായി ചിരി വരുന്നുണ്ടായിരുന്നു. കിരൺ അവിടെ അടുത്തേക്ക് ചെന്നു. എടോ സോറി, പോട്ടെ വിട്ടേക്ക്, എനിക്ക് നിങ്ങളൊന്ന് വഴക്ക് പറയാനുള്ള അവകാശം പോലില്ലേ? അത്ര കന്യനാണോ ഞാൻ? കാവ്യൊന്നും മിണ്ടിയില്ല. തനിക്കറിയാലോ, അല്ലെങ്കിലും ഞാൻ നിലയോട് ആകെ ദേഷ്യത്തില്ല. അതൊക്കെ അറിയാമായിട്ട് നിങ്ങളെന്തിനാ പിന്നെ അവന്റെ ടോപ്പിക് തന്നെ സംസാരിക്കുന്നത്? രാവിലെ മീറ്റിംഗ് ഹാളിൽ നടന്നൊക്കെ മറന്നോ? അവനെല്ലാം കാണുന്നുണ്ട് പെണ്ണേ. അതൊരു പക്ഷേ നിങ്ങൾ മാത്രമായിരിക്കില്ല, പുതിയ 2 പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കമ്പനിക്ക്.
ശിവങ്ങളുടെ ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ സ്റ്റാഫിനെയും സംശയത്തോടെ മാത്രമേ കാണുള്ളൂ. ഓ, അപ്പൊ ഓഫീസിന്റെ മൊത്തം ക്യാമറ മിസ്റ്റർ ഞാൻ കുത്തിയിരുന്ന് ചെക്ക് ചെയ്യോ? കാവ്യക്ക് ദേഷ്യം വന്നു. എടി അതൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിലും വേറെ വേറെ ആൾക്കാരുണ്ട്. പുതിയ ഇന്റർവ്യൂ നടന്നൊക്കെ നീയും കണ്ടതല്ലേ? ദേ എന്റെ ഫോൺ നോക്ക്. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്താൽ ക്യാമറ ആപ്ലിക്കേഷൻ അവൾ കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇത് 6th ഫ്ലോറിലെയാ. അതുപോലെ 12th ഫ്ലോറിന്റെ അവന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് പ്രൈവസി അവിടെ ഉള്ളത്? എന്തെങ്കിലും പേഴ്സണൽ കാര്യം പറയണമെങ്കിൽ വാഷ്റൂമിൽ പോകേണ്ട അവസ്ഥയാണല്ലോ. കാവ്യ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. നിനക്കിത് എന്താണ് കാവ്യ? ഞാനെന്താ ഫുൾ ടൈം ക്യാമറ നോക്കിയിരിക്കുന്നതാണ് നീ കരുതുന്നത്? അവന് വേറെ പണിയൊന്നും ഇല്ലെന്നാണ് നിന്റെ വിചാരം? ക്യാമറ ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രമേ ഇനി അതൊക്കെ നോക്കത്തുള്ളൂ. നിങ്ങൾ അവനെ പറ്റി പറഞ്ഞു എന്തോ ഭാഗത്തിന് അവൻ കേട്ടില്ല. അപ്പോഴേ എനിക്ക് സമാധാനമായത്. കേട്ടില്ലെന്ന് എന്താ ഉറപ്പ്? കേട്ടിരുന്നെങ്കിൽ നീല ഇന്നലെ തന്നെ തീർന്നേനെ. അതിന്റെ ബാക്കി എനിക്കും കിട്ടിയാനേ. പറഞ്ഞുകൊണ്ട് കിരൺ കാവ്യയുടെ കയ്യിൽ പിടുത്തം വിട്ടു. എടോ, ഞാൻ സോറി പറഞ്ഞില്ലേ? താനൊന്ന് ക്ഷമിക്കേ. പോട്ടെ, താമ വന്ന് കാറി കയറി, ഞാൻ ഹോസ്റ്റലാക്കാം. അപ്പോഴേക്കും മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. അവനോടെ കയ്യിൽ പിടിച്ച് മഴയിലൂടെ കാറിനടുത്തേക്ക് ഓടി. കോ ഡ്രൈവ് സീറ്റ് ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറ്റി. ഓടി വന്ന് അവനും അകത്തേക്ക് കയറി. ഇരുവരും അത്യാവശ്യം നനഞ്ഞിരുന്നു. പോ, തനി സീറ്റ് ബെൽറ്റ് ഇട്. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. കാവ്യക്ക് ഡാലിയ പറഞ്ഞ കാര്യം അവനോട് പറയണം തോന്നി. പക്ഷെ അതെങ്ങനെയാ പറയേണ്ടത്? എന്നെയും തന്നെ മോശമായിട്ടാണ് ഡാലിയെ കാണുന്നതെന്ന് പറഞ്ഞാൽ കിരൺ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. കിരണിനോട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എന്തുകൊണ്ടോ അവൾക്ക് തോന്നിയില്ല. എന്തും തുറന്നു പറയുന്നവരല്ലേ ഫ്രണ്ട്സ്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അവനോട് അത് പറയാൻ കഴിയാത്തത്? തികച്ചും അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് കൂട്ടുകൂടിയവരാണ് താനും കിരണും നിലയുമൊക്കെ. ചുരുങ്ങിയ സമയം കൊണ്ട് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ബന്ധമാണ് തങ്ങൾക്കിടയിൽ. പക്ഷെ എന്തുകൊണ്ടാണ് കിരണിനോട് ഇപ്പോൾ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങാൻ തോന്നുന്നു. വേണ്ട, എല്ലാം മനസ്സിലാവുന്നുണ്ട്. മറ്റെന്തോ ഒരു അടുപ്പ് അവനോട് തോന്നുന്നുണ്ട്. പക്ഷെ പാടില്ല. ഇനി കിരൺ എന്തു പറഞ്ഞാലും അവനോട് പിണങ്ങാൻ പാടില്ല. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പാടില്ല. അവനെ നോക്കി കണ്ണു നിറക്കാൻ പാടില്ല. എനിക്ക് നില എങ്ങനെയാണോ കിരണോ അങ്ങനെ തന്നെ ആയിരിക്കണം. അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. കിരൺ പറഞ്ഞുള്ള മറുപടി പറഞ്ഞിട്ട് അവൾ ഒരിക്കൽ കൂടി അവനെ നോക്കി. പിന്നെ ഒരു പകപ്പോടെ അവൾ ചുറ്റും നോക്കി. വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ട ശേഷം കിരൺ ഒരു ചെറു ചിരിയോടെ അവളെ നോക്കിയിരിക്കുകയാണ്. അവൾ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. ഇനി പറ, എന്താ താൻ ചിന്തിച്ച് കേൾക്കട്ടെ? ഏയ്, അതൊന്നുമില്ല കിരൺ. ആക്ച്വലി ഞാൻ നാളെ വീട്ടിൽ പോവാ. കുറച്ച് സാധനങ്ങൾ വേണം. കാർത്തിക് കാത്തിരിക്കുക തന്നെ. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കള്ളം പെട്ടെന്ന് തന്നെ അവൾ കണ്ടെത്തി. കാർത്തിയോ? ആരാ, ബ്രദറാണോ? കാർത്തി ഞങ്ങൾ വിളിക്കുന്നു. മഹാവികൃതിയാണ്. ഞങ്ങൾ എപ്പോഴും തല്ലി പിടിക്കും. എന്നാലും ഞാൻ വരുന്ന നോക്കി കാത്തിരിക്കും. അതാ ഞാനിപ്പോ ഓർത്ത്. കാവ്യ വാത്തോരാ പറഞ്ഞുകൊണ്ട് വിഷയം മാറ്റി. അത് ഏറ്റു. പാവം കിരൺ അത് വിശ്വസിച്ചു. എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയ കിരൺ? ചുറ്റും ഒന്നുകൂടി ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. തന്നോട് സംസാരിക്കാനാണ് നിർത്തിയത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ താൻ മറ്റേതോ ലോകത്തായിരുന്നു. കിരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറ കിരൺ, എന്താ സംസാരിക്കാനുള്ളത്? തനിക്ക് വിഷമായോ? എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അവളുടെ മുഖത്ത് നോക്കി സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് അവൻ ചോദിച്ചു. അവന്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ട് തന്നെ അവളും മറുപടി നൽകി. ഹേയ്, ഇല്ലല്ലോ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ള പതിവല്ലേ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. തികച്ചും സാധാരണം എന്ന പോലെ അവൾ പറഞ്ഞു. അവൻ കുറച്ചുകൂടി മുന്നോട്ട് ആഞ്ഞു വന്ന് അവളുടെ കയ്യിൽ മേലെ തൊട്ടു. കാവ്യ പിടച്ച് മറച്ചു പിടിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പുറത്തപ്പോഴും ചെറുതായി മഴ ചാറുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കാറിനുള്ളിൽ കൂടി ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. കാറിന്റെ വൈപ്പർ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി കേട്ടു. കാവ്യ, വിറയാർന്ന ശബ്ദത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് പതിയെ വിളിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് കൂടുതൽ ചേർന്ന് വന്നുകൊണ്ട് നേർത്ത സ്വരത്തിൽ സംസാരിക്കുന്നതിനെ വല്ലാത്ത പിടപ്പോടെ അവൾ നോക്കി. കാവ്യ, എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു. ഞാൻ ശരിക്കും മഴ നനഞ്ഞു. തനിക്ക് തണുക്കുന്നില്ലേ? എന്തെങ്കിലും ഹോട്ടായിട്ട് വേണം തോന്നില്ലേ? അവന്റെ വലത് കൈ അവളുടെ ഇടത് കൈയിൽ മുറുകി. ഇടത് കൈ കൊണ്ട് അവളെ സീറ്റ് ബെൽറ്റ് അഴിച്ചു മാറ്റിയവൻ. ഈ തണുപ്പ് മാറ്റാൻ ഞാൻ തനിക്കൊരു കാര്യം തരട്ടെ? വിറയാർന്ന ദേഹത്തോടെ പകച്ചു നോക്കുന്ന കാവ്യയെ തൊട്ടില്ലെന്ന പോലെ അവൻ ചേർന്നിരുന്നു. മുഖം അവളുടെ വലത് ചെവിയിലേക്ക് താഴ്ത്തി അല്പ ഉച്ചത്തിൽ അവൻ പറഞ്ഞു. ഇറങ്ങി മതി, ചായ കുടിക്കാം. കയ്യിൽ നിന്ന് ബാഗ് എടുത്ത് കാവ്യന്റെ തോളിലടിച്ചു. കിരൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ തടയാൻ നോക്കി. നീ മതി, എനിക്ക് വേദനിക്കുന്നു. നീ അടി നിർത്തി വണ്ടിന്ന് ഇറങ്ങി. ഇല്ലേ ഹോട്ടായിട്ട് ഞാനിപ്പോ ഒന്ന് പോടാ. അടുത്ത് തന്നെയുള്ളൊരു തട്ടടിയിൽ നിന്ന് അവർ ചൂട് ചായയും പഴംപൊരിയും കഴിച്ചു. നിനക്ക് ഞാൻ ഫുഡ് വാങ്ങി തരട്ടെ രാത്രി കഴിക്കാൻ? എന്താ വേണ്ട? പൊറോട്ടയും ബീഫും മതിയോ? ആവേശത്തോടെ ചോദിക്കുകയാണ് കിരൺ. പൊറോട്ടയും ബീഫും നിനക്കാണ് ഇഷ്ടം. നാട്ടിൽ പോയി വരുമ്പോ എപ്പോഴും വാങ്ങിയിട്ട് വരുവോള്. അതെനിക്കറിയാം. അങ്ങനെ വാങ്ങി വന്ന ദിവസമാണല്ലോ എന്റെ കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവനും ചിരിച്ചു. ശരിയാ, പറ, വാങ്ങി തരട്ടെ? കിരൺ വീണ്ടും ചോദിക്കുകയാണ്. ഏയ് വേണ്ട കിരൺ. ആളവനെ പറ്റിക്കാൻ അല്പം ഫോർമാലിറ്റി വാരി വിതറി. പെട്ടെന്ന് തന്നെ കിരണിന്റെ മുഖം വല്ലാണ്ടായി. എനിക്ക് ചപ്പാത്തിയും ചിക്കനും മതി. അവൾ പെട്ടെന്ന് ആവേശത്തോടെ ഒച്ചത്തിൽ പറഞ്ഞ് കിരൺ വീണ്ടും ചിരിച്ചു.
വാ, നിന്നെ ഞാൻ തീറ്റിപ്പിച്ച് കൊല്ലും. തട്ടിടയിൽ നിന്ന് ഫുഡുമായി കാശും കൊടുത്ത് അവനോടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. കിരൺ, നമ്മളെങ്ങോട്ടാ? അതറിഞ്ഞാലേ നീ വരൂ. അവൻ അവളെയും കൊണ്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് കുറെ ചോക്ലേറ്റും സ്വീറ്റ്സും സ്നാക്സും ഒക്കെ വാങ്ങി. കിരൺ, ഇതൊക്കെ ആർക്കാ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക്. എന്തേ? ഒന്നുമില്ല. അവൾ ചുമല് കൂച്ചി. തിരികെ നടന്ന് അവർ കാറിൽ കയറി. കയ്യിലുള്ള കവർ പുറകിലെ സീറ്റിൽ വെച്ച് അവൻ ഡ്രൈവ് ചെയ്തു. പോകുന്ന വഴി കാവ്യ വാത്തോരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഹോസ്റ്റലിൽ എത്തിയതുപോലെ അവൾ അറിഞ്ഞില്ല. ഡീ, ഹോസ്റ്റലിലെത്തി, ഇറങ്ങുന്നില്ലേ? ശരിയാണോ? അപ്പൊ ശരി, നാളെ കാണാം. അവൾ ഡോർ ഓർക്കാൻ നേരം അവൻ പുറകിൽ നിന്ന് വിളിച്ചു. കാവ്യ, ഇനി എന്താടാ? അവൾ ചിനുങ്ങിക്കൊണ്ട് ചോദിച്ചു. പുറകിലിരിക്കുന്ന കവർ തനിക്കുള്ള. താൻ ഇനി നാളെ ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കണ്ട. ഇതൊക്കെ ഇന്ന് തന്നെ ബാഗിൽ പാക്ക് ചെയ്തോ. പിന്നെ നാളെ നേരത്തെ ഓഫീസിൽ ഇറങ്ങണം, കേട്ടല്ലോ. അവൾ കിരണിനെ ആദ്യമായി കാണുമ്പോൾ നോക്കിയിരുന്നു പോകും. കിരൺ, ഇതൊന്നും വേണ്ട, നാളെ ഞാൻ വാങ്ങിക്കോളാം. ഇതൊക്കെ തനിക്ക് വേണ്ടപ്പെട്ട ആർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതല്ലേ? അതേടി, നിന്റെ വേണ്ടപ്പെട്ടവർ എൻ്റെ കൂടിയല്ലേ? നിന്റെ മാത്രമല്ല, നിലയുടെയും. അവൾ നാട്ടിൽ പോയി ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഭദ്രാമയ്ക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിയേനെ. പിന്നെ കാവ്യൊന്നും മിണ്ടിയില്ല. അവൾ കൊടുത്ത കവർ വാങ്ങി അവൾ ഹോസ്റ്റലിലേക്ക് നടന്നു. പിന്തിരിഞ്ഞു നോക്കാതെ മുഖം കുനിച്ച് അവൾ നടന്നു പോകുന്നു നോക്കി അവൻ കാറിൽ തന്നെ ഇരുന്നു. തിരിഞ്ഞു നോക്കിയാൽ നിറഞ്ഞു തുളുമ്പുന്ന തന്റെ കണ്ണുകൾ എങ്ങനെയാണ് അവനിൽ നിന്നും മറക്കാൻ കഴിയുന്നോർത്ത് അവളും നടന്നു. രാവിലെ ഉറക്കമുണെന്നും തന്റെ റൂമിന്റെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി നീലാംബരി. അല്പം ബുദ്ധിമുട്ടിയാണ് ജനൽപ്പാളി തുറന്നു വന്നത്. പ്രതീക്ഷിച്ച പോലെ ഇന്നൊരു പിടി മുല്ലപ്പൂക്കൾ അവളുടെ ദേഹത്തേക്ക് വീണു. ഒപ്പം നീലാംബരി പൂവും. അതിൽ നിന്നൊരു മുല്ലപ്പൂ കയ്യിലെടുത്ത് മണത്ത് നോക്കി അവൾ. മത്ത് പിടിപ്പിക്കുന്ന വാസന. മഴയും തണുപ്പും മുല്ലപ്പൂ വാസനയും. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനേ തോന്നുന്നില്ല അവൾക്ക്. 2 ദിവസം കടന്നുപോയത് അറിഞ്ഞതേയില്ല. ഇന്ന് സൺഡേ ആണ്. കീർത്തന ഒരാഴ്ച ലീവ് എടുക്കാൻ പറഞ്ഞെങ്കിലും ഇനിയൊരു ദിവസം പോലും ഇവിടെ തങ്ങാൻ തനിക്ക് താല്പര്യമില്ല. എന്തോ ഭാഗ്യത്തിന് താൻ തറവാട്ടിൽ വന്ന വിവരം ശശിധരൻ മാമയും അമ്മായി മുകുന്ദേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. മഴ ഭാഗ്യം തുണച്ചു എന്ന് വേണം പറയാൻ. അഴിഞ്ഞുകിടന്ന മുടി പുറകിൽ നിന്ന് മൊത്തമായി ഇടത്ത് തോളിലൂടെ മുന്നിലേക്ക് ഇട്ടു അവൾ. മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചിനുടെയും ഔഷധപ്പുകയുടെയും വാസന അവളുടെ നാസികയിലേക്ക് തുളച്ച് കയറി. പട്ടണത്തിൽ പോയി ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ച് മുടി മൊത്തം നാശാവെന്ന് പറഞ്ഞ് ഭദ്ര അവൾക്ക് വേണ്ടി താളിയോ ഔഷധപ്പുകയും ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കുളിക്കാൻ കുളിമുറിയിൽ കയറിയതും കണ്ടു. രക്തചന്ദനവും കസ്തൂരി മഞ്ഞളും ചേർത്തരച്ച അമ്മയുടെ സൗന്ദര്യ കൂട്ട്. കസ്തൂരി മഞ്ഞൾ ദേഹത്ത് പുരട്ടുമ്പോൾ ചെറിയ പുകച്ചിലുണ്ടാവാറുണ്ട്. അത് മാറാൻ അല്പം പച്ച വെളിച്ചെണ്ണ കൂട്ടിക്കലർത്തിയാണ് ദേഹത്ത് പുരട്ടുക. കുളി കഴിഞ്ഞ് മുറിയിൽ വന്നപ്പോഴേക്കും കണ്ടു ഭദ്ര ഔഷധപ്പുക തയ്യാറാക്കുന്നു. കുന്തിരിക്കവും രാമച്ചവും ചന്ദനവും മറ്റെന്തൊക്കെയോ കൂടിച്ചേർത്ത് പുകയുണ്ടാക്കി മുടിയിലേക്ക് പുക കൊള്ളിക്കും. ഇതൊക്കെ തറവാട്ടിൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. അവൾ ഒരിക്കൽ കൂടി മണത്തു നോക്കി. വല്ലാത്തൊരു വാസന. എന്തോ അവളിലൂടെ മറ്റൊരു സുഗന്ധം കടന്നുപോയി. ഓഫീസിൽ ഇടക്കിടക്ക് അനുഭവപ്പെടുന്ന മത്തുപിടിപ്പിക്കുന്ന പെർഫ്യൂം സുഗന്ധം, ജാന്റെ സുഗന്ധം. അവന്റെ നഗ്നമായ മാറിൽ നിന്ന് വന്ന് തനിക്ക് അനുഭവപ്പെട്ടത് ആ പെർഫ്യൂമിനോടൊപ്പം അയാളുടെ വാസനയും കൂടിക്കിടന്ന മറ്റെന്തോ ഒന്നാണ്. അതൊക്കെ ഓർത്തിരുന്നപ്പോൾ അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. എന്താ, താൻ ചിരിക്കുകയാണോ? ആണോ? അല്ലാലോ. പക്ഷെ ഇത്രയും നേരം പുഞ്ചിരി മുഖത്ത് നിറഞ്ഞ പോലെ ഒരു തോന്നൽ. അല്പം ഗൗരവം അവൾ മുഖത്ത് വരുത്തി തീർത്തു. ഓഫീസിൽ പോകുമ്പോൾ തുളസി കാശി കുറച്ച് എണ്ണകൾ കൂടി കൊണ്ടുപോകണം. കിരണേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് ജാന്റെ തലയിൽ തളം വയ്ക്കാൻ പറയാം. തല തണുക്കുമ്പോൾ ദേഷ്യം കുറച്ച് കുറഞ്ഞിട്ടും. അല്ല പിന്നെ, ഞാനെന്തിനാ വീണ്ടും അയാളെ കുറിച്ച് ഓർക്കുന്നത്? അവൾ സ്വയം തലക്കിട്ട് കൊട്ടിയതിനു ശേഷം മുടി മൊത്തത്തിൽ മുകളിലേക്ക് ചുറ്റി ഒരു ക്ലിപ്പിട്ടുകൊണ്ട് കട്ടിലിൽ നിന്നിറങ്ങി ഗോവണിപ്പടി ലക്ഷ്യമാക്കി നടന്നു. താഴെ ഇറങ്ങി നേരെ അടുക്കളയിലേക്കാണ് പോയത്. അടുക്കള വാതിൽ എത്തിയില്ല. അതിനു മുന്നേ മനസ്സിലായി താൻ ഇവിടെ ഉള്ളപ്പോൾ ആരൊക്കെ വരരുതെന്ന് ആഗ്രഹിച്ചോ അവരൊക്കെ വന്നിരിക്കുന്നു. അവളൊരു നിമിഷം പേടിയോടെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.